ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലെറ്റ്സ് ടോക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് +1 ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് എ റിട്രൈവ്ഡ് റിഫോർമേഷൻ ബൈ ഒ ഹെൻറി. സൂപ്പർ ഒരു സ്റ്റോറി ആട്ടോ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. സോ വലിച്ചു നീട്ടാതെ നമുക്ക് പഠിക്കാം. ഇതൊരു ഷോർട്ട് സ്റ്റോറി ആണേ. ബൈ ദ വേ, കുറച്ച് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാനുണ്ട്. ആരൊക്കെയാന്ന് പറയാം. നമ്മുടെ ഫസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത് ജിമ്മി വാലന്റൈൻ ആണ്. ഈ ജിമ്മി വാലന്റൈൻ എന്ന് പറയുന്നത് സേഫ് ക്രാക്കർ ആയിട്ടുള്ള ഒരു കള്ളനാണ്. അതായത് സേഫ് ഒക്കെ തകർത്ത് മോഷ്ടിക്കുന്ന ഒരു കള്ളൻ. ഓക്കെ. രണ്ടാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് അന്നാബെൽ ആഡംസ്. അതെന്ന് പറയുന്നത് നമ്മുടെ ജിമ്മി വാലന്റൈൻ പ്രണയിക്കുന്ന ബാങ്ക് ഓണറുടെ മകൾ. ഓക്കെ. ഇനി നെക്സ്റ്റ് ക്യാരക്ടർ ബെൻ പ്രൈസ്. അയാളെന്ന് പറയുന്നത് നമ്മുടെ ജിമ്മിയെ പിടികൂടാൻ നടക്കുന്ന പോലീസ്, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ്. ലാസ്റ്റ് റാൾഫ് ഡി സ്പെൻസർ. ഇതെന്ന് പറയുന്നത് നമ്മുടെ വാലന്റൈൻ തന്നെയാണ്, ജിമ്മി വാലന്റൈൻ തന്നെയാണ്. അവൻ മോഷണമൊക്കെ നിർത്തിയതിന് ശേഷം സ്വീകരിച്ച പുതിയ പേരാണ് റാൾഫ് ഡി സ്പെൻസർ. സോ ഇത്രയും ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഈ ഷോർട്ട് സ്റ്റോറിക്കകത്തിലുള്ളത്. ഈ ഓരോ ക്യാരക്ടേഴ്സിനെയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. സോ നമുക്കിനി സ്റ്റോറിയിലേക്ക് വരാം. അപ്പോഴേ നമ്മൾ ആദ്യം പറഞ്ഞല്ലോ സേഫൊക്കെ തകർത്ത് മോഷണം നടത്തുന്ന ആളാണ് ജിമ്മി വാലന്റൈൻ എന്ന്. സോ ആ ഒരു കേസായിട്ട് തന്നെ നമ്മുടെ ജിമ്മി വാലന്റൈൻ ജയിലിലാണ്. നമ്മുടെ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജിമ്മി വാലന്റൈൻ ജയിലിൽ നിന്ന് മോചിതനാവുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ ആ ഒരു മോചിതനാവുന്ന സമയത്ത് അവിടുത്തെ ജയിൽ അധികാരി നമ്മുടെ വാലന്റൈനോട് പറയും, നീ ഇനിയും ഇങ്ങനത്തെ ഒരു പരിപാടിക്കൊന്നും പോവരുത്, നീ നന്നായിട്ട് ജീവിക്കണം, അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുക്കും. പക്ഷേ അങ്ങനെ ഉപദേശങ്ങളൊക്കെ കേട്ടിട്ടാണ് ജിമ്മി വാലന്റൈൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതെങ്കിലും ഇതൊന്നും നമ്മുടെ ജിമ്മി വാലന്റൈൻ ശ്രദ്ധിക്കത്തുമില്ല, അങ്ങനെയൊന്നും ആവത്തുമില്ല. നേരെ പോകുന്നത് തൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുക്കയിലേക്കാണ്, ഫ്രണ്ട്സിൻ്റെ റൂമിലേക്കാണ്. അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ആയുധപ്പെട്ടികളൊക്കെ ഉണ്ടല്ലോ മോഷണം ചെയ്യാനുള്ള, ബഗ്ലേഴ്സ് ടൂൾസ് എടുത്തിട്ട് പിന്നെയും പഴയ പണിക്ക് തന്നെ ഇറങ്ങിത്തിരിക്കുകയാണ്. സേഫ് തകർക്കുക, മോഷ്ടിക്കുക. സോ എവിടെയൊക്കെ സേഫ് തകർത്ത് മോഷണം പോയിട്ടുണ്ടോ അതിൻ്റെയൊക്കെ പുറകിൽ ആരാണ്? നമ്മുടെ ജിമ്മി വാലന്റൈൻ ആണ്. സോ ആ ഒരു കാര്യം ഫോളോ ചെയ്യുന്ന നമ്മുടെ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള ബെൻ പ്രൈസിന് അറിയാം. വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു കേസ് കാണുമ്പം ആ ഒരു ഡിറ്റക്റ്റീവ് അത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം പുറകിൽ ആരാണ്? നമ്മുടെ ജിമ്മി വാലന്റൈൻ ആണ്. അങ്ങനെ ജിമ്മി വാലന്റൈൻ്റെ മോഷണ പരിപാടികൾ കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ മോഷ്ടിച്ച് ജിമ്മി വാലന്റൈൻ എവിടെ എത്തുന്നു? എൽമോർ എന്ന പേരുള്ള ഒരു ചെറിയ പട്ടണത്തിലെത്തുന്നു. ദേ ഇവിടെ ഈ പട്ടണത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ ജിമ്മി വാലന്റൈൻ അന്നാബെൽ ആഡംസിനെ ആദ്യമായി കാണുന്നത്. അവളെ കാണുമ്പോൾ തന്നെ അവളുടെ സ്വഭാവത്തിലും ഭംഗിയിലും ആരോട് അട്രാക്റ്റീവ് ആകുന്നു? അന്നാബെൽ ആഡംസിനോട് ജിമ്മി വാലന്റൈൻ അട്രാക്റ്റീവ് ആകുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടിയുടെ സ്നേഹം പിടിച്ചു പറ്റാനായിട്ട് അവൻ എന്ത് ചെയ്യുന്നു? അവൻ്റെ പേര് ജിമ്മി വാലന്റൈൻ എന്ന പേര് മാറ്റിയിട്ട് റാൾഫ് ഡി സ്പെൻസർ എന്ന പേരിൽ പുതിയൊരു ഷോ ബിസിനസ്സൊക്കെ തുടങ്ങി അവിടെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ മോട്ടീവ് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അയാൾ കള്ളനാണെന്ന് ആ പെൺകുട്ടി തിരിച്ചറിയരുത്. സോ അതുകൊണ്ടാണ് പേര് മാറ്റിയിട്ട് അങ്ങനെ പുതിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ അവൻ തുടങ്ങിയ ആ ഷൂ ബിസിനസ് ഉണ്ടല്ലോ, അത് വളർന്ന് പന്തലിച്ച് പച്ച പിടിച്ചു. സോ അതിനുശേഷം നമ്മുടെ അന്നാബെൽ ആഡംസുമായിട്ടുള്ള അവൻ്റെ മാരേജ് ഉറപ്പിച്ചു. ആഫ്റ്റർ ദാറ്റ് ഒരു മാന്യനായി ജീവിക്കാൻ തീരുമാനിച്ച ജിമ്മി വാലന്റൈൻ തൻ്റെ പഴയ കൂട്ടുകാരന് ഒരു കത്ത് എഴുതുന്നുണ്ട്. അതിനകത്തിൽ അവൻ മെയിനായിട്ടും എഴുതുന്ന ഒരു കാര്യം, അവൻ്റെ കയ്യിൽ ഇങ്ങനെ കുത്തി തുറക്കാനുള്ള പല വില കൂടിയ ടൂൾസൊക്കെ കയ്യിലുണ്ട്. സോ ആ ടൂൾസൊക്കെ അവൻ്റെ കൂട്ടുകാർക്ക് സൗജന്യമായി കൊടുത്തിരിക്കുന്നു. അവനിനി ആ പഴയ ഒരു ജീവിതത്തിലേക്ക്, മോഷണത്തിലേക്കൊന്നും തിരികെ വരത്തില്ല, മാന്യമായി ജീവിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ കത്തിൽ വ്യക്തമായി എഴുതിയിട്ടുണ്ടായിരുന്നേ. അപ്പോഴായിരുന്നടാ പെട്ടെന്ന് അപ്രതീക്ഷിതമായ ഒരു ദുരന്തം അവിടെ സംഭവിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജിമ്മി വാലന്റൈൻ്റെ ഒരു ത്യാഗവും എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ അന്നാബെൽ ആഡംസിൻ്റെയും ജിമ്മി വാലന്റൈൻ്റെയും, അതായത് ഇപ്പോഴത്തെ റാൾഫ് ഡി സ്പെൻസറിൻ്റെയും വിവാഹത്തിന് തൊട്ട് മുൻപുള്ള ദിവസം ഈ അന്നാബെലിൻ്റെ ഫാദർ ബാങ്കിൽ ഒരു പുതിയ ലോക്കർ സ്ഥാപിക്കുന്നുണ്ട്. പുള്ളിക്ക് ബാങ്കിലെ ജോലി നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. സോ അവിടെ പുതിയതായിട്ടൊരു ലോക്കർ സ്ഥാപിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ലോക്കുള്ള ഒരു വലിയ ഒരു മുറി, വെറും മുറിയല്ല കേട്ടോ, സുരക്ഷിതമായ ഒരു മുറി, സേഫ് വോൾട്ട്. അത് കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും എത്തും. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കായിട്ട് നമ്മുടെ ഈ അന്നാബെൽ ആഡംസിൻ്റെ സഹോദരിയുടെ മകൾ, അവളുടെ പേര് അഗത, അബദ്ധത്തിൽ ആ ഒരു സേഫിനുള്ളിൽ കുടുങ്ങിപ്പോവുകയും
ആ ഒരു സേഫിൻ്റെ വാതിൽ അടഞ്ഞു പോവുകയും ചെയ്യുന്നു. സോ ഈ ഒരു ലോക്കറിന് സേഫിന് ഒരു ക്ലോക്ക് ടൈമർ ഉണ്ട്. സോ അത് സെറ്റാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വാതിൽ തുറക്കാൻ കഴിയില്ല എന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവുകയാണ്. സോ അതിൻ്റെ പേരിൽ എല്ലാവരും വിഷമിക്കുകയാണ്. അതിൻ്റെ ആ കുട്ടിയുടെ ആ ഒരു അമ്മ കരയുകയാണ്. അപ്പോൾ ഈ ഒരു സേഫ് ലോക്കറിനുള്ളിൽ ഓക്സിജൻ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അവസ്ഥയെന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു രീതിയിലാണ് ഇരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ജിമ്മി വാലന്റൈൻ ഒരു ഉറച്ച തീരുമാനം എടുക്കുകയാണ്. എന്താണെന്ന് ഇപ്പം നിങ്ങൾക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. നമ്മുടെ ജിമ്മി വാലന്റൈൻ എന്താണ്, ഒരു സേഫ് തകർത്ത് മോഷ്ടിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. സോ അവൻ എന്താണ്, ഉറപ്പായിട്ടും ഇത് തുടർന്ന് ആ കുഞ്ഞിനെ എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വിഷമിച്ചിരിക്കുകയാണ്. ആ ഒരു ടൈമിൽ ഇവനറിയാം ആ ഒരു സേഫ് തുറന്ന് ആ ഒരു കുഞ്ഞിനെ രക്ഷിച്ച് കഴിഞ്ഞാൽ ഇവനൊരു കള്ളനാണെന്നും അതേപോലെ തന്നെ പോലീസുകാരൻ ഇവനെ അറസ്റ്റ് ചെയ്യാൻ നടക്കുകയാണെന്നും അങ്ങനെയുള്ള ഇവൻ്റെ എല്ലാ സത്യങ്ങളും അനബെല്ല ഉൾപ്പെടെയുള്ള എല്ലാ ആൾക്കാരും തിരിച്ചറിയും. അത് ആർക്കറിയാം? നമ്മുടെ ജിമ്മി വാലന്റൈൻ അറിയാം. പക്ഷേ അന്നാബെല്ലിൻ്റെ ആ ഒരു സ്നേഹത്തോടെയുള്ള അഭ്യർത്ഥന മാനിച്ച് അവൻ അതൊക്കെ മറന്നിട്ട് എന്ത് ചെയ്യാൻ പോവാണ്, ആ ഒരു കുട്ടീനെ രക്ഷിക്കാൻ പോവാണ്. അങ്ങനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചില മോഷണ ആയുധങ്ങൾ ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തന്നെ, സാധാരണ ഒരു സേഫ് ലോക്കർ നമ്മുടെ ജിമ്മി തകർക്കാൻ എടുക്കുന്ന സമയത്തിനേക്കാട്ടിലും വേഗതയിൽ ആ ഒരു സേഫ് പൊളിച്ചിട്ട് ആ ഒരു കുട്ടീനെ പുറത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു പൂട്ട് തകർത്ത് ആ കുട്ടിയെ രക്ഷിക്കുന്നു. ഇതോടെ ഇപ്പം എന്ത് സംഭവിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ജിമ്മി വാലന്റൈൻ്റെ യഥാർത്ഥ ആ ഒരു ക്യാരക്ടർ എന്താണ്, അവൻ ശരിക്കും ആരാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്ന ഒരു മൊമെൻ്റാണ്. എന്തായാലും തൻ്റെ ആ ഒരു പഴയ ലൈഫിനെ പറ്റിയിട്ട് എല്ലാവരും അറിഞ്ഞു അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. സോ ആ ഒരു പ്രണയവും തൻ്റെ ആ ഒരു മാന്യമായ ജീവിതവും ഒക്കെ അവസാനിച്ചു എന്നൊക്കെ ഉറപ്പിച്ചിട്ട് നമ്മുടെ ജിമ്മി വാലന്റൈൻ അവിടുന്ന് പുറത്തേക്ക് നടക്കുകയാണ്. അങ്ങനെ നടന്ന് വാതിലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അതാ ഒരാൾ നിൽക്കുന്നു. ആരാണത്? നമ്മുടെ മറ്റേ ഡിറ്റക്റ്റീവായിരുന്ന, ഇവൻ്റെ പുറകിൽ ഫോളോ ചെയ്തുണ്ടായിരുന്ന ആ ഒരു ഓഫീസർ ബെൻ പ്രൈസ്. ആ ഒരു ഓഫീസറിനെ അല്ലെങ്കിൽ ഡിറ്റക്റ്റീവിനെ ബെൻ പ്രൈസിനെ കണ്ടപ്പോൾ നമ്മുടെ ജിമ്മി വാലന്റൈൻ സ്വയമേ അങ്ങോട്ടേക്ക് പറഞ്ഞു, 2 കൈകളും നീട്ടിയിട്ട് തന്നെ അറസ്റ്റ് ചെയ്തോളാനെന്ന്. ബട്ട് ജിമ്മിയിൽ വന്നിട്ടുള്ള ആ ഒരു മാറ്റം, റിഫോർമേഷൻ, അതേപോലെ അവൻ്റെ ജീവിതം അല്ലെങ്കിൽ അവൻ കണ്ട സ്വപ്നമൊക്കെ അവതാളത്തിലാവും എങ്കിൽ പോലും ആ ഒരു കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ കാണിച്ച അവൻ്റെ മനസ്സ്, അവൻ്റെ ത്യാഗം, അതൊക്കെ മനസ്സിലാക്കിയ ബെൻ പ്രൈസ് അവിടെ നമ്മുടെ കഥയുടെ ഒരു ട്വിസ്റ്റ് മാറ്റിമറിക്കുകയാണ്. ഡിറ്റക്റ്റീവ് നമ്മുടെ ജിമ്മി വാലന്റൈനോട് പറയുകയാണ്, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണ്, നിങ്ങൾ ആരാണെന്ന് പോലും ഞങ്ങൾക്കറിയില്ല മിസ്റ്റർ സ്പെൻസർ. അങ്ങനെ പറഞ്ഞ് നമ്മുടെ ജിമ്മി വാലന്റൈൻ അഥവാ റാഫ് ഡി സ്പെൻസറിനെ അറസ്റ്റ് ചെയ്യാണ്ട് ആ ഡിറ്റക്റ്റീവായിട്ടുള്ള ബെൻ പ്രൈസ് അവിടുന്ന് നടന്നു പോവുകയാണ്. അങ്ങനെ നമ്മുടെ കഥ അവസാനിച്ചു. സോ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി കേട്ടോ, റിപ്ലൈ ആവേ. ദെൻ ഈ ഒരു സ്റ്റോറിയുടെ മെയിൻ തീംസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിയൽ റിഫോർമേഷൻ ആണ്. അതായത് ശിക്ഷയേക്കാൾ ഉപരി മനുഷ്യരിൽ യഥാർത്ഥ മാറ്റം കൊണ്ടുവരാൻ സ്നേഹത്തിനും വിശ്വാസത്തിനും ട്രസ്റ്റ് ആൻഡ് ലവിന് സാധിക്കുന്നു എന്ന് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത് സാക്രിഫൈസ് ആണ്. അതായത് സ്വന്തം ജീവിതം അല്ലെങ്കിൽ സ്വന്തം സന്തോഷം, ഫ്യൂച്ചർ, പ്രണയം ഇതൊക്കെ താറുമാറാകും എങ്കിലും ആ ഒരു കുട്ടിയെ രക്ഷിക്കാൻ കാണിച്ച നമ്മുടെ ജിമ്മി വാലന്റൈൻ്റെ മനസ്സ് അല്ലെങ്കിൽ അവൻ്റെ ആ ഒരു ത്യാഗം, അതും നമ്മുടെ ഈ ഒരു സ്റ്റോറിയിലെ മെയിൻ തീമാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാമിന് വരാൻ സാധ്യതയുള്ള നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ക്യാരക്ടർ സ്കെച്ച് ആണ്. ആരുടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിമ്മി വാലന്റൈൻ അഥവാ മറ്റൊരു പേരെന്താ, റാഫ് ഡി സ്പെൻസർ. സോ ഈ ഒരാളുടെ ക്യാരക്ടർ സ്കെച്ച് എഴുതാൻ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ മറ്റേ ഡിറ്റക്റ്റീവ് ഉണ്ടല്ലോ, ആ പുള്ളി ബെൻ പ്രൈസിൻ്റെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ഒരു ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ്
അഥവാ ടൈറ്റിൽ ജസ്റ്റിഫിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ആ റിട്രൈവ്ഡ് റിഫോർമേഷൻ എന്നാണ് നമ്മുടെ ടൈറ്റിലിൻ്റെ പേര്. അതിൽ റിട്രൈവ്ഡ് എന്ന് പറഞ്ഞാൽ വീണ്ടെടുക്കുക, റിഫോർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സാലെ മാറുക അല്ലെങ്കിൽ മാറ്റം എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ ആ സ്റ്റോറി പറഞ്ഞു വന്നപ്പം ഇതേ പറ്റിയിട്ട് ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. സോ നമ്മുടെ സ്റ്റോറിയും ഈ ഒരു ഹെഡിങ്ങിൻ്റെ മീനിങ്ങും കൂടെ കണക്ട് ചെയ്ത് വേണം അതിൻ്റെ ആൻസർ അറ്റൻഡ് ചെയ്യാൻ. ദെൻ ഈ ഒരു ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, ലവ് ആൻഡ് കമ്പാഷൻ ആസ് എ ഏജൻറ് ഓഫ് ചേഞ്ച്. ഈ ഒരു സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈറ്റിലാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. സോ ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്റ്റോറിയെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു എസ്സേ ക്വസ്റ്റ്യൻ, ഇതൊരു എക്സാമ്പിളാണ്. സോ ഇതേപോലത്തെ എന്തെങ്കിലും ഒരു ചെറിയ ടോപ്പിക്ക് തന്നിട്ട് നമ്മുടെ സ്റ്റോറിയുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു എസ്സേ എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റർ ആണ്. രണ്ട് രീതിയിൽ ലെറ്റർ ചോദിക്കാം. ഒന്ന്, നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ എൻഡ് നടന്ന കാര്യം വെച്ചിട്ട് അതിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ജിമ്മി വാലന്റൈൻ തൻ്റെ ഫ്രണ്ടിന് എഴുതുന്ന ഒരു ലെറ്റർ നമ്മൾ എഴുതാനായിട്ട് ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇതിൽ ജിമ്മി വാലന്റൈൻ മറ്റേ ടൂൾസൊക്കെ ഫ്രണ്ട്സ് എടുത്തോ എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതുന്നുണ്ട്. സോ അത് നിങ്ങളാണ് ജിമ്മി വാലന്റൈൻ എങ്കിൽ നിങ്ങൾ ആ ഒരു ലെറ്റർ എങ്ങനെ എഴുതും, അല്ലെങ്കിൽ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ആ ഒരു രീതിക്ക് ഒരു ലെറ്റർ എഴുതാൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ദെൻ പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് ലാസ്റ്റ് ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ ആ ഡിറ്റക്റ്റീവ് ജിമ്മി വാലന്റൈനെ അറസ്റ്റ് ചെയ്യാണ്ട് പോകുന്നുണ്ട്. സോ അതിനെ പറ്റിയിട്ടൊരു പാരഗ്രാഫ് എഴുതാൻ ചോദിക്കാം. അതേപോലെ തന്നെ ഇതിൽ റോസാപ്പൂവിനൊരു റോളുണ്ട്, അത് നമ്മൾ പറഞ്ഞില്ല. സോ ഇതിലെ ആ ഒരു റോസ് ഫ്ലവർ സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ അന്നാബെലിൻ്റെയും അതേപോലെ ജിമ്മി വാലന്റൈൻ്റെയും സ്നേഹത്തെയും വിശ്വാസത്തെയാണ്. മറ്റേ ആ സേഫിൽ കുടുങ്ങിയ കുട്ടിയില്ലേ അഗത, ആ കുട്ടീനെ രക്ഷിക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മുടെ ജിമ്മി വാലന്റൈൻ ആ ഒരു റോസ് ഫ്ലവർ അന്നാബെലിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ട്. അത് സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ജിമ്മി വാലന്റൈൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് വന്നിരുന്ന ആ ഒരു മാന്യമായ ആ ഒരു ജീവിതം. സോ അതിനോടുള്ള ഒരു വിട പറച്ചിലായിട്ടാണ് ആ പൂ തിരിച്ച് വാങ്ങുന്നതിനോടുള്ള കാര്യം സിംബലൈസ് ചെയ്യുന്നത്. സോ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയും അതേപോലെ എക്സാമിന് വരാൻ സാധ്യതയുള്ള നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ, ക്ലാസ് മനസ്സിലായെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. ഒപ്പം ക്ലാസ് മനസ്സിലായെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. താങ്ക്